Hi friends, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് ബിരിയാണിയാണ്. സോയ ചങ്ക്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം കുഞ്ഞിതാണ്. ഫോർച്യൂണിൻ്റെ മിനി സോയ ചങ്ക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇത്രയും ചേർത്ത് കൊടുത്ത് പതിയെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ആ തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയി, കണ്ടില്ലേ നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ആ ഉപ്പും അതിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ വെള്ളം നന്നായിട്ടൊന്ന് കൈവച്ച് നന്നായി പിഴിഞ്ഞ് പ്രസ് ചെയ്തിട്ട് കളഞ്ഞ, എന്നിട്ട് ആ വെള്ളം പിഴിഞ്ഞിട്ടുള്ള സോയ ചങ്ക്സ് മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ സോയ ചങ്ക്സും നമുക്ക് വെള്ളം പിഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ സോയ ചങ്ക്സ് മുഴുവനും വെള്ളം പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലോട്ട് 1/2 കപ്പ് ഒത്തിരി പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഈ മസാലയൊക്കെ ആ തൈരിൽ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് മുഴുവനും ചേർത്ത് കൊടുക്കണം. പിന്നീട് അതിൻ്റെ കൂടെ 1/2 കപ്പ് പച്ച പട്ടാണി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണങ്ങിയ പട്ടാണിക്കടലയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പച്ചപ്പട്ടാണിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളൻകിഴങ്ങ് ചെറിയ പീസുകളായി കട്ട് ചെയ്തത്, 2 പച്ചമുളക് നടുകെ കീറിയത്, അതുപോലെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് വളരെ കനം കുറച്ചിട്ട് നീളനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇടുന്നേക്കാളും ഇതുപോലെ ഇങ്ങനെ കനം കുറച്ച് ഇടുമ്പോൾ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ കഴിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ആ മസാലയുമായിട്ട് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കണം കേട്ടോ ഒരു 10 മിനിറ്റ്. അതിനുശേഷം കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 തക്കോലം, 2 ഏലക്കായ, 5 ഗ്രാമ്പൂ, 2 ചെറിയ പീസ് പട്ട, 1 ബേ ലീഫ്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ നല്ല ഒരു മൂത്ത മണം വരുന്നത് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 പച്ചമുളക് നടുകെ കീറിയതും ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് സവാള നല്ല ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അങ്ങനെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അതും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ തക്കാളിയും നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ തീ വെച്ച് നന്നായിട്ട് ഇതെല്ലാം ഈ പൊടികളൊക്കെ മൂപ്പിച്ചെടുക്കാം. പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ സോയ ചങ്ക്സും ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ആ മസാലയിലേക്ക് ചേർത്ത് 3 മിനിറ്റ് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 3 മിനിറ്റ് നമ്മളതൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് 2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ടിബാർന്ന് പറഞ്ഞിട്ടുള്ള ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റോളം അത് ആ വെജിറ്റബിൾസിൻ്റെയും സോയാബീൻ്റെയും ഒക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഒരു ഫ്ലേവറും പിന്നെ ആ നെയ്യിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടും. അങ്ങനെ നെയ്യ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് മല്ലിയും പുതിനയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സവാള വറുത്തത് അതിന് മുകളിലൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം 3 കപ്പ് വെള്ളം നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൽ കുറച്ച് ഉപ്പിൻ്റെ അളവ് കൂടുതൽ നിൽക്കണം കേട്ടോ. അങ്ങനെ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ റൈസ് വെന്ത് വരുമ്പോൾ റൈസിലോട്ട് കറക്റ്റായിട്ട് ഉപ്പുണ്ടായിരിക്കുള്ളൂ. അത് വിചാരിച്ച് ഒത്തിരി കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് അടച്ചിട്ട്
2 വിസിൽ വരുന്നത് വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കുക്കറിലെ പ്രഷറൊക്കെ ഒന്ന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി വെജ് ബിരിയാണി, നമ്മുടെ സോയ ചങ്ക്സ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്നും ആദ്യം തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു ഫോർക്ക് വെച്ചിട്ട് പതിയെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ പൊട്ടിപ്പോവാതെയൊക്കെ നമുക്ക് ആ ഒരു റൈസിൻ്റെ ഇത് പൊട്ടിപ്പോവാണ്ടൊക്കെ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഉലർന്നിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണിയാണ്. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ അത് സെർവ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വറുത്ത കാഷ്നട്ടും അതുപോലെ സവാളയും കൂടി ചേർത്ത് അടിപൊളിയായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.